സംസ്ഥാന കോൺഗ്രസിൽ പിടിമുറുക്കാനുള്ള തന്ത്രങ്ങളുമായി കെ സുധാകരൻ എം പി. തന്നെ കെപിസിസി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കിയതിന് പിന്നിൽ പ്രവർത്തിച്ച നേതാക്കൾക്കെതിരെ ശക്തമായി നീങ്ങാനാണ് കെ.എസ്. ഒരുങ്ങുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ നിന്ന് മത്സരിക്കാനും സുധാകരൻ തയ്യാറെടുക്കുകയാണ്. രണ്ടും കൽപ്പിച്ചാണ് കെ സുധാകരന്റെ നീക്കം. ഒരു അസ്വാരസ്യവും ഇല്ലാതെ നേതൃമാറ്റം നടപ്പാക്കാനായി എന്ന് ആശ്വസിച്ചു നിൽക്കുമ്പോഴാണ് കെ സുധാകരന്റെ അപ്രതീക്ഷിത ബോംബിംഗ്. അതും ഹൈക്കമാൻഡിനെതിരെ നേരിട്ട്. ദീപാദാസ് മുൻഷിയുടെ പേരെടുത്തു പറഞ്ഞു വിമർശിക്കാനും കെ സുധാകരൻ തയ്യാറായി എന്നതും അതൃപ്തിയുടെ വ്യാപ്തി വ്യക്തമാക്കുന്നു. കെ.സി. വേണുഗോപാലിനെതിരെയുമുണ്ട് സുധാകരന്റെ ഒളിയമ്പുകൾ. ഹൈക്കമാൻഡിനെതിരെ ഇത്ര രൂക്ഷവിമർശനം ഉയർത്തിയതിനു പിന്നിൽ സുധാകരൻ ഒറ്റക്കല്ല എന്നതും വ്യക്തം. സുധാകരനും അദ്ദേഹത്തിന്റെ ഗ്രൂപ്പും തീരുമാനിച്ചു ഉറപ്പിച്ചാണ് ഈ പരസ്യ പ്രതികരണം എന്നതും ഉറപ്പ്. വർക്കിംഗ് കമ്മിറ്റിയിലെ സ്ഥിരം ക്ഷണിതാവ് സ്ഥാനം വേണ്ടെന്ന നിലപാടിലേക്ക് വരെ സുധാകരൻ എത്താൻ സാധ്യതയുണ്ട്. ഇത് എന്ത് പോസ്റ്റ് എന്ന് പരിഹാസത്തോടെ സുധാകരൻ ചോദിച്ചതും അതിന്റെ ഭാഗം. വലിയ പോസ്റ്റായിരിക്കും. പദവി കിട്ടിയിട്ട് എന്താ കാര്യം? എന്താണ് അതുകൊണ്ടുള്ള ഗുണം? ഒരു പാർട്ടി ആ സ്ഥാനത്തിരിക്കുന്ന ഒരാൾക്ക് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം എവിടെ വരെ? അല്ല, ഏറ്റെടുക്കൽ പാർട്ടി പറഞ്ഞാൽ ഞാൻ ഏറ്റെടുക്കും. ഞാൻ പാർട്ടിക്ക് വിധേയനാണ്. എല്ലാവരും പാർട്ടി പറഞ്ഞാൽ ആ സ്ഥാനം ഏറ്റെടുക്കും. അതിന് എന്താ അത് അങ്ങനെയും ഞാൻ പറയുന്നില്ല. പാർട്ടി പറയുന്ന ഏത് പോസ്റ്റും ഞാൻ ഏറ്റെടുക്കും. കെ സുധാകരൻ കെപിസിസി പ്രസിഡന്റ് സ്ഥാനത്ത് തുറന്നാൽ പ്രയാസം ഉണ്ടാകും എന്ന് കരുതിയവർക്കെതിരെ തന്നെയാണ് സുധാകരന്റെ പടയൊരുക്കവും. അതിൽ മുഖ്യമന്ത്രി സ്ഥാനമോഹികളായ നേതാക്കളും ഉണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ കെ സുധാകരൻ പിടിമുറുക്കാൻ സാധ്യതയുണ്ട് എന്ന് മുൻകൂട്ടി കണ്ടാണ് ഇപ്പോഴത്തെ പുനഃസംഘടനയെന്നാണ് കെ.എസ്. അനുകൂലികൾ സംശയിക്കുന്നത്. പാർലമെന്ററി പാർട്ടിയിലെ ഭൂരിപക്ഷം മുഖ്യമന്ത്രി കസേരയിൽ നിർണായകമാണെന്നറിയുന്ന നേതാക്കൾ അനുകൂലികളെ സ്ഥാനാർത്ഥികളാക്കാൻ കരുനീക്കവും നടത്തുന്നുണ്ട്. ഇതിന് തടയിടാനുള്ള കരുക്കളാണ് ഇനി സുധാകരൻ അനുകൂലികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുക. അതിൽ കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഒപ്പമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് സുധാകരൻ. കെ സുധാകരനും നിയമസഭയിലേക്ക് മത്സരിക്കും. പാർലമെന്റ് അംഗത്വം രാജിവെക്കാനുള്ള സാധ്യതയും കെ.എസ്. പാർട്ടിയെ ഉടൻ അറിയിക്കാൻ സാധ്യതയുണ്ട്. പാർട്ടി പറഞ്ഞാൽ മത്സരിക്കും, അതും കണ്ണൂരിൽ തന്നെയെന്ന് സുധാകരൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പാർട്ടി പറഞ്ഞാൽ മത്സരിക്കും. കണ്ണൂർ തന്നെയായിരിക്കും. കണ്ണൂർ തന്നെ പിടിച്ചെടുക്കും. ഉറപ്പ്. ഉറപ്പായിട്ട്. കെപിസിസി പ്രസിഡന്റ് സ്ഥാനത്തുള്ള സുധാകരനേക്കാൾ ശക്തനായിരിക്കും പുറത്തുള്ള സുധാകരൻ എന്ന സന്ദേശം അദ്ദേഹം നൽകിക്കഴിഞ്ഞു. പഴയ ഗ്രൂപ്പ് പൂർവാധികം ശക്തമാക്കാനും അദ്ദേഹം ഒരുക്കം തുടങ്ങി. പറയുന്നിടത്ത് നിൽക്കുന്ന പ്രവർത്തകർ ഇപ്പോഴും ഉണ്ട് എന്ന് സുധാകരൻ പറയുന്നതും എല്ലാം മനസ്സിൽ കണ്ടാണ്. അല്ല, നേതൃത്വം ഇല്ലെങ്കിലും ഞാൻ എൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റും. എനിക്കതിന് ഔദ്യോഗിക സ്ഥാനമൊന്നും വേണ്ട. എനിക്കെൻ്റെ പ്രവർത്തകരെ മതി. പറയുന്നിടത്ത് നിൽക്കുന്ന പ്രവർത്തകന്മാർ കണ്ണൂരിൽ എനിക്കുണ്ട്, കേരളത്തിലുണ്ട്. അവരത് പ്രവർത്തിച്ചാൽ മതി. എനിക്കതിന് പാർട്ടിയുടെ അംഗീകാരവും പാർട്ടിയുടെ അഭിനന്ദനമൊന്നും എനിക്ക് വേണ്ട. പ്രകടമായ ഗ്രൂപ്പ് പോരില്ലാതെ മുന്നോട്ടു പോകുകയായിരുന്ന കോൺഗ്രസിൽ കെ സുധാകരനെ പിണക്കിയതിലൂടെ വീണ്ടും ഗ്രൂപ്പുകൾ തലപൊക്കാനുള്ള സാധ്യതയും തെളിഞ്ഞിരിക്കുകയാണ്. എം ഹസനെ മാറ്റിയതിൽ എ ഗ്രൂപ്പിനും കടുത്ത അതൃപ്തിയുണ്ട്. എല്ലാവരുടെയും ചോദ്യം ഒന്നുമാത്രം: നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ മാറ്റം ആർക്കുവേണ്ടി എന്ന്. ആ ചോദ്യമാണ് കോൺഗ്രസ് നേതൃത്വത്തെ ഉലക്കുന്നതും. മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.